അപ്പൊ ഞാനിപ്പോ എറണാകുളത്ത് സ്വിഗ്ഗി, സൊമാറ്റോ, ഷാഡോ ഫാക്സും വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും. കാരണം ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സോണിലും ഇൻസെന്റീവ് വ്യത്യാസമുണ്ട്, പല കാര്യങ്ങളും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഈ പറഞ്ഞ സ്വിഗ്ഗിയിലാണ്. സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്ത് പിന്നെ അതിന്റെ ഇടയിൽ ഷാഡോ ഫാക്സിലേക്ക് മാറി. ഷാഡോ ഫാക്സ് പക്ഷെ 2 ദിവസം ഓടിയിട്ടുള്ളൂ. ഇപ്പോ സൊമാറ്റോയിലേക്ക് പിന്നെ സൊമാറ്റോ ഇപ്പൊ 2 ആഴ്ച കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. അതായത് ഷാഡോ ഫാക്സിന്റെ കേസ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ഷാഡോ ഫാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആകെ നമുക്ക് ലഞ്ചിന്റെ ഡിന്നറിന്റെ ടൈമിൽ മാത്രമേ ഓർഡർ വരുന്നുള്ളൂ. ബാക്കി സമയത്തൊന്നും ഓർഡറോ കാര്യങ്ങളോ ഇല്ല. ബാക്കി സമയത്ത് വെറുതെ ഇരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. പാർട്ട് ടൈം ആയിട്ട് ഓടണമെങ്കിൽ ഓടാം, പക്ഷെ ഫുൾ ടൈം ആയിട്ട് ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് ഓടിച്ച് അതിനുള്ള ഓർഡർ അതിൽ കിട്ടുന്നില്ല. ഓടുന്ന സമയത്ത് പൈസ ഉണ്ട്, പക്ഷെ ഫുൾ ടൈം ഓർഡർ കിട്ടുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഓടുന്നതിനുള്ള കിട്ടുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലവർക്ക് പറയുന്നത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഷാഡോ ഫാക്സ് ലോഡ് ഷെയർ കൊണ്ട് അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ക ലോക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോക്കൽ പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ക ലോക്കൽ കുറെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുണ്ടാവും, നമ്മൾ കസ്റ്റമർ എഴുതി എന്ന് നോക്കുമ്പോൾ കസ്റ്റമർ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ചില ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് എടുക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ഡെലിവറി പോയി വന്നിട്ട് ഫുഡ് എടുത്ത് പോയിട്ടുണ്ടാവും. പിന്നെ ചില ഹോട്ടലിൽ നമ്മൾ ഓർഡർ അടിച്ചിട്ട് അത് വേണ്ടിയിട്ട് ഹോട്ടലുകാരെ കാണിക്കുമ്പോൾ ആ ഹോട്ടലിൽ അങ്ങനത്തെ ഓർഡർ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഷാഡോ ഫാക്സിൽ വർക്ക് ചെയ്തപ്പോൾ തോന്നി. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ആ പരിപാടി നിർത്തി. പിന്നെ സ്വിഗ്ഗിയിൽ കയറിയിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ ഇത് രണ്ടും വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യം, സ്വിഗ്ഗിയേക്കാളും സൊമാറ്റോ ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നിയത്. രണ്ടും ഓടി നോക്കിയിട്ട് പൈസയുടെ കാര്യമായാലും മൊത്തത്തില് എല്ലാ കാര്യം കൊണ്ടും അതെന്താന്നുള്ളത് പറയാം. മെയിൻ സ്വിഗ്ഗിയിലത്തെ ഏറ്റവും മോശമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷാഡോ ഫാക്സിലും ലോഡ് ഷെയറിലും വരുന്ന ഓർഡറുകൾ കൂടുതലും സ്വിഗ്ഗിയിലെ ഓർഡറാണ്. അതായത് സ്വിഗ്ഗിയിലുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വിലയും സ്വിഗ്ഗി എന്ന് പറഞ്ഞ സംഭവം ഈ കമ്പനി കൊടുക്കുന്നില്ല. ഒരു വിലയും കൊടുക്കാത്തൊരു കമ്പനി ആയിട്ട് നമുക്ക് പറയാം. കാരണം സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ഇൻസെന്റീവ് അടിക്കാനോ അല്ലെങ്കിൽ ഓർഡറോ കാര്യങ്ങളോ ഇല്ലാണ്ട് നിൽക്കുമ്പോഴും ഈ പറയുന്ന ലോഡ് ഷെയറിലും ഷാഡോ ഫാക്സിലും ലഞ്ചിന്റെ ഡിന്നറിന്റെ ടൈമിൽ അത്യാവശ്യം ലോങ് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ സ്വിഗ്ഗിയിലാണെങ്കിൽ ഓർഡർ കുറവ് മാത്രമല്ല, ഈ സെയിം എന്താ പറയാ ഈ ഷാഡോ ഫാക്സിലത്തെ ലോഡ് ഷെയറിലും കൊടുക്കുന്ന ഓർഡർ ഉണ്ടെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏർണിങ്സ് ഉണ്ടാക്കുക. പക്ഷെ സ്വിഗ്ഗിയിലേക്ക് കൊടുക്കുന്നില്ല. സ്വിഗ്ഗി അത് ലോഡ് ഷെയറിനും ഷാഡോ ഫാക്സിനും മറിച്ചു കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ സൊമാറ്റോയെക്കാളും സൂപ്പറായനെ സ്വിഗ്ഗി. ഇനിയിപ്പോ ജോയിൻ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ ഏകദേശം ഒരു 4-5 ദിവസം പിടിച്ചു. ജോയിൻ ചെയ്തിട്ട് എന്താ പറയാ, നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 4-5 ദിവസം പിടിച്ചു. സൊമാറ്റോയില് ഞാൻ ജോയിൻ ചെയ്ത് മൊബൈലിൽ തന്നെ ഓൺലൈനിലാണല്ലോ ജോയിൻ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഷെയർ അല്ല ഷാഡോ ഫാക്സ്, സ്വിഗ്ഗി, സൊമാറ്റോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. റെഫർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞുതരാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലിപ്പോ ജോയിനിങ് ബോണസ് ഉണ്ട്, അതുപോലെ തന്നെ റെഫറൽ ബോണസ് വരുന്നുണ്ട്. റെഫർ ചെയ്തിട്ടുള്ള ബോണസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടോ ഇല്ല എന്ന് അറിയണം. ഇതുവരെ ഒന്നിനും കിട്ടിയിട്ടില്ല. ഞാൻ സ്വിഗ്ഗിയിൽ കുറെ പേരെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മുമ്പ് ജോയിൻ ചെയ്ത സമയത്ത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ജോയിനിങ് ബോണസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ബോണസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്വിഗ്ഗിയിൽ അത് എങ്ങനെയാന്ന് പോലും ഒരു ഐഡിയ ഇല്ല. സൊമാറ്റോയിൽ പക്ഷെ ഒരു 1500 രൂപ 2000 രൂപ എനിക്ക് കിട്ടി. അത് ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് കിട്ടിയത്. അപ്പൊ അത് കിട്ടിയ കാരണം ഇന്നിപ്പോ കുറച്ചു നേരം സൈഡായി. കാരണം അത്യാവശ്യം ഇന്നത്തെ ഒരു ഓട്ടത്തിനുള്ളതായിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം തന്നെ യൂണിഫോം, ബാഗ്. സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം അതിൽ വർക്ക് ചെയ്തിട്ടും 1 മാസം കഴിഞ്ഞിട്ട് അവരെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോ പറഞ്ഞത് അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് യൂണിഫോം അവിടെ നിന്ന് തന്നു. ബാഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് അയക്കുന്നത്, അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതായത് അവർക്ക് ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് പറഞ്ഞത് അവർക്ക് അതിനെ പറ്റി അറിയില്ല, അവിടെ നിന്ന് അയക്കുമ്പോൾ കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ സൊമാറ്റോയില് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 4ാമത്തെ ദിവസത്തെ എനിക്ക് ഈ പറയുന്ന യൂണിഫോമും അതിന്റെ ബാഗും അയച്ചു തന്നിട്ടുണ്ട്. സാധനം നമുക്ക് സ്പോട്ടിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടീം സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ടീം ലീഡർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗിയിൽ ഇതുവരെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാന്ന് പോലും അറിയില്ല. ആകെ ഓഫീസിൽ ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോ അതും അവരവിടെ പാർക്കിംഗ് ഫീസ് നമ്മൾ കൊടുക്കണം കേട്ടോ. അവരെ ഈ പറഞ്ഞ സ്വിഗ്ഗിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറണമെങ്കിൽ അവിടുത്തെ പാർക്കിംഗ് ഫീസ് നമ്മൾ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് കയറണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വേറെ ടീം ലീഡറോ കാര്യങ്ങളായിട്ടുള്ള ഒരു കോണ്ടാക്ടോ കാര്യങ്ങളോ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിളിക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് വല്ല ഓർഡർ ഡിലേ ആവേ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് വിളിക്കും. ജസ്റ്റ് നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി, ഇങ്ങനെ ഓർഡർ ഡിലേ ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, ലൊക്കേഷൻ തെറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇങ്ങോട്ട് വിളിക്കും. അതും വിളിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് അറിയില്ല, ബാംഗ്ലൂർ എവിടെന്നെങ്കിലായിരിക്കും.
പക്ഷെ സൊമാറ്റോയില് ഞാൻ ജോയിൻ ചെയ്ത അന്ന് ഞാൻ കളമശ്ശേരി സോൺ എടുത്തിട്ടുള്ളൂ. പക്ഷെ അന്നൊരു ഓർഡർ കിട്ടിയിട്ട് കാക്കനാട് പോയപ്പോ കാക്കനാട് ഏതോ ഒരു ഹോട്ടലിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ ചെന്നപ്പോ ഈ പറഞ്ഞ ടീം ലീഡർ, അവിടുത്തെ ടീം ലീഡർ ആളെ കണ്ടു സംസാരിച്ചു, പരിചയപ്പെടാൻ മീൻസ് എന്താ പറയാ കാര്യങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതൊരു ചെറിയൊരു സപ്പോർട്ടാണ് നമുക്ക്. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരാൾ നമ്മളോട് കാര്യം പറയുമ്പോൾ നമുക്കതൊരു സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ സൊമാറ്റോ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ ഒരു വീക്കാണല്ലോ, അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇവിടത്തെ കളമശ്ശേരിയിൽ തന്നെ ഈ ടീം ലീഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വിളിക്കുന്ന കൂട്ടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ചയിൽ ഓടുന്നുണ്ടോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അങ്ങനത്തെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും അതല്ലെങ്കിൽ അങ്ങനെ സംഭവം സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയുണ്ടോന്ന് അറിയില്ല. പിന്നെ വന്നിട്ട് ഓർഡറിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്വിഗ്ഗിയിലെ ഓർഡർ വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷാഡോ ഫാക്സിലും ലോഡ് ഷെയറിനും മറിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഓർഡർ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ സൊമാറ്റോയിൽ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്. ഞാൻ രാവിലെ ഒരു 11 മണിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു രാത്രി 11 മണി എന്തായാലും നിൽക്കും. ചില ദിവസം 12 മണി വരെ, ചില ദിവസം 1 മണി. അത് നമ്മ അതിന് ചില ദിവസങ്ങളിൽ കൂടുതൽ ടൈം നിൽക്കാറുണ്ട്. കാരണം രാത്രിയൊക്കെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്. ഒരു 11 മണിക്ക് ജോയിൻ ചെയ്താൽ 12 മണി വരെ ഓർഡർ കുറവായിരിക്കും. ഈ 1 മണിക്കൂർ എനിക്ക് കുറവാണ് അടിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ 1 മണിക്കൂർ. അത് കഴിഞ്ഞ അടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നേരത്തെ അടിച്ചുകൊണ്ടേയിരിക്കും. ലോങ് ഓർഡറും കിട്ടുന്നുണ്ട്, അത്യാവശ്യം അതിനുള്ള ഏണിങ്സും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പിന്നെ സ്വിഗ്ഗിയിലാണെങ്കിൽ ഈ പറയുന്ന അത്ര ഓർഡറുകളൊന്നും ഇല്ല. ഒരു ഓർഡർ കൊടുത്തിട്ട് എന്താ പറയാ എവിടെയെങ്കിലും ഇരിക്കാം, അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, തിരിച്ചു അല്ലെങ്കിൽ സോണിലേക്ക് വരാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറെ കേസുള്ളത് സ്വിഗ്ഗിയിലാണെങ്കിൽ നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യണ്ട. എന്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. കാരണം പലർക്കും ഇപ്പൊ ഗിഗ് ബുക്ക് ചെയ്യേണ്ടതോ അതുപോലെ തന്നെ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ വീക്ക് ഇൻസെന്റീവ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗിഗ് ബുക്ക് ചെയ്യണം. സൊമാറ്റോയില് സ്വിഗ്ഗിയിൽ ഗിഗ് ബുക്ക് ചെയ്യണ്ട. അപ്പൊ സ്വിഗ്ഗിയിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ കയറാം. അത് വലിയ സീനില്ല. ആകെ നമ്മൊരു പാർട്ട് ടൈമിന്റെ ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം മാത്രം കറക്റ്റ് ആയിട്ട് ഓടിയാൽ മതി. ബാക്കി ടൈം നമുക്ക് ഓടണമെങ്കിൽ ഓടാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ സൊമാറ്റോയിൽ അങ്ങനെയല്ല. സൊമാറ്റോയിൽ ഗിഗ് ബുക്ക് ചെയ്തിട്ട് വേണം ഓടണമെങ്കിൽ. മുൻകൂട്ടി ബുക്ക് ചെയ്യണം, എന്നിട്ട് വേണം ഓടണമെങ്കിൽ. ഇൻ കേസ് ആ ഗിഗ് ബുക്ക് ചെയ്ത സമയത്ത് ഓടാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒരു 5 രൂപ അവർ കട്ട് ചെയ്യും. 5 രൂപ എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയാണ്. പക്ഷെ ഒരു ദിവസം എത്ര ഗിഗ് ഒരാൾ ബുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കണം, ഒരു സോണിൽ എത്ര ആൾ ക്യാൻസൽ ചെയ്ത് നോക്കണം, ഒരു ജില്ലയിൽ മൊത്തത്തിൽ എത്ര പേര് ക്യാൻസൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ലാഭം അതവിടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഗിഗ് എന്ന് പറയുന്ന സംഭവത്തിൽ കൂടെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ലാഭം നാളെ എടുത്തിട്ട് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഗിഗിന്റെ കേസ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗിഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് 15% താഴെ നമ്മളെ ഫോണിൽ ചാർജ് ആയി കഴിഞ്ഞാലും ആ ഗിഗ് ക്യാൻസൽ ആയി പോകും. അതായത് നമ്മൾ ഓഫ്ലൈനിൽ പോകും സൊമാറ്റോയില്. അപ്പൊ ചിലപ്പോൾ മഴയുള്ള സമയത്ത് നമുക്ക് പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടുള്ളത് 2 വട്ടം കിട്ടിയിട്ടുണ്ട് എന്താ പണി. ഓട്ടോമാറ്റിക് ഓഫ്ലൈനിൽ പോവുകയും ചെയ്യും. പിന്നെ അത് ഓൺലൈനിൽ വരണമെങ്കിൽ 15% മേലെ ചാർജ് വരണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിലുണ്ട്. പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പണിയില്ലാന്ന് അറിയാം, അത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഡെലിവറി ബോയ്സിനെ പറ്റിക്കല് ഭയങ്കര കാര്യമായിട്ട് തന്നെ പറ്റിക്കുന്നുണ്ട് സ്വിഗ്ഗിയാലും സൊമാറ്റോയിലും. അപ്പൊ എന്തായാലും ഇപ്പൊ ഇരുട്ടായിട്ടുണ്ട്. ബാക്കി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ.